തീർച്ചയായും എല്ലാവിധ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഞാൻ എതിരാണ്. അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല. പക്ഷെ നമ്മൾ ഈ പാറ്റേൺ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നേരത്തെ ആരോഗ്യവകുപ്പിനെതിരെയായിരുന്നു. ആരോഗ്യവകുപ്പിൽ അങ്ങനെയാണ്. ഇത്രയും കാര്യക്ഷമമായി നടക്കുന്ന ആരോഗ്യവകുപ്പിനെതിരെ നിരന്തരമായ ഒരു സീരീസ് എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ. അതുപോലെ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറഞ്ഞ് ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. പോലീസ് അട്രോസിറ്റീസിന്റെ ചരിത്രം തേർഡ് ഡിഗ്രി ഉപയോഗിക്കുന്നതെന്ന് ഇന്നലെ തുടങ്ങിയതല്ല. അത് കേരള സംസ്ഥാന രൂപീകരണം തൊട്ട് പോലീസ് ട്രെയിനിങ് മാനുവൽ ബ്രിട്ടീഷ് രീതിയിൽ തുടങ്ങിയതിന് ശേഷമുള്ളതാണ്. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ ഉണ്ടാക്കി, കുറെയൊക്കെ പോലീസിംഗിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് ഇപ്പോൾ ഉരുട്ടിക്കൊലകളും നടക്കുന്നില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന കൊല, ഉദയകുമാർ ഉരുട്ടിക്കൊലകളും നടക്കുന്നില്ല. തേർഡ് ഡിഗ്രി ഉപയോഗിക്കുന്നില്ല. ശ്രീ ജയരാജ്, ഉരുട്ടിക്കൊല നടക്കുന്നില്ല, ഈ ദൃശ്യങ്ങൾ താങ്കൾ കാണുന്നില്ലേ? ഇതിലിപ്പോൾ അതിന് സമാനമായ രീതിയിൽ നല്ലോണം അതിക്രമിക്കുന്ന ദൃശ്യങ്ങളല്ലേ കാണുന്നത്? പറയാൻ പറ്റും. അതിന് സമാനമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഉരുട്ടിക്കൊലയ്ക്ക് സമാനമാണോ രണ്ടടി കൊടുക്കുന്നത്? അതിനെ രണ്ടിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും? അപ്പൊ അതിൽ ഏറ്റവും കുറവാണിതെന്നാണല്ലേ താങ്കൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. കൂടുതൽ സിവിലൈസ്ഡ് ആവും. മുമ്പ് SFIക്കാർ സമരം ചെയ്യുന്നുണ്ട്. അവരുടെ ജനനേന്ദ്രിയത്തിലെ ഇലക്ട്രിക് ബാറ്റൺ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ പോലീസ് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണ് 2004 ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് നടന്നത്. ഏത് സർക്കാരിന്റെ പോലീസ് എന്നുള്ള വിഷയമല്ല, ഈ പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള ആളുകൾ വേണോ എന്നുള്ളതാണ് ചോദ്യം. പോലീസ് സേനയിൽ മാത്രമല്ല, സമൂഹത്തിൽ മൊത്തം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വരുന്നവർ പോലീസിനെതിരെ സംസാരിക്കുന്ന വീഡിയോകളും അവര് പോലീസിനോട് എടുക്കുന്ന സമീപനങ്ങളും നമ്മൾ പല ചാനലുകളിലും പല വീഡിയോസിലും പല റീൽസിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. എത്ര മോശമായിട്ടാണ് പോലീസുകാരോട് ഇടപെടുന്നത്. അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെല്ലാമാണ് പോലീസ് സ്റ്റേഷനുണ്ടാക്കുന്ന പരാക്രമങ്ങൾ. ഇതിന് മേളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്യുന്നത് വരെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചുകൊണ്ടാണ്. അതാണ് ഇവിടുത്തെ പോലീസിംഗ് സിസ്റ്റം. അപ്പൊ അത്രയും പ്രഷറൈസ് നിൽക്കുന്ന ഒരു സമൂഹത്തില് അവരെ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, എത്ര സീനിയർ നല്ല ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കാണണം. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു അസൈൻഡ് ഡ്യൂട്ടി ടൈം ഇല്ല. മേലുദ്യോഗസ്ഥരുടെ നിരന്തരമായ പീഡനം, വർക്ക് സ്ട്രെസ്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. പക്ഷെ അതിന് മനുഷ്യാവകാശത്തിനെ കടന്നു കയറുന്നതിനോട് ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നമുക്ക് വി ഹാവ് ടു സീ ബോത്ത് സൈഡ്സ് ഓഫ് ദ കോയിൻ. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ജയരാജ്, ഇപ്പോൾ മുഴുവനായി പോലീസ് സേനയെ മുഴുവനായി കുറ്റം പറയുകയല്ല, പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇതിനുള്ളിൽ ഉണ്ടല്ലോ. അതിന്റെ തെളിവുകളാണല്ലോ ഈ പുറത്തു വരുന്നത്. നമുക്കറിയാം കേരളത്തിലെ പോലീസ് സേന വളരെ മികച്ചത് തന്നെയാണ്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. നിരവധി കേസുകൾ തെളിയിച്ച പോലീസ് സേന തന്നെയാണുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇനി വേണമോ? അവർക്കെതിരായ നടപടി വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അതിനകത്ത് റോട്ടൺ ആപ്പിൾസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. റോട്ടൺ ആപ്പിൾസ് അദ്ദേഹം അതിനെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2017 ഈ ഗവൺമെന്റ് ഒരു സർക്കുലർ ഏർപ്പെടുത്തിയിരുന്നു. ഈ പോലീസിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവർക്കൊരു സർക്കുലർ അയച്ചിരുന്നു. അതിനകത്ത് എങ്ങനെയാണ്, അതായത് പോലീസ് മാനുവൽ അല്ലാതെ സ്റ്റേഷൻ ഓഫീസ് പ്രോട്ടോകോൾ അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു മാനുവൽ, പ്രത്യേക മാനുവല് അടിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്ത ചില ഉദ്യോഗസ്ഥർ ധാരാളമായിട്ടുണ്ട്. പോലീസ് ക്രിമിനൽ നെക്സസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നെക്സസ് ഉള്ള പോലീസുകാരുണ്ട്. ഇവർക്കൊക്കെ എതിരെ ഏതാണ്ട് 600ഓളം പേർക്കെതിരെ നടപടിയും 128 പേരെ സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സ്ഥലത്തുനിന്ന് ഈജിയൻ തൊഴുത്ത് പോലെയാണ് പോലീസ് സേന എന്ന് പറയുന്നത്. ഒരറ്റത്ത് നിന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ മറ്റേ അടുത്ത് അൺക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു പ്രോസസ്സാണ്. അത് പൊതുജനങ്ങളുടെ സപ്പോർട്ട് വേണം, മീഡിയാസിന്റെ സപ്പോർട്ട് വേണം. അല്ലാതെ പോലീസ് സേന അടച്ചാക്ഷേപിച്ചുകൊണ്ട് പഴയ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പോലീസ് മർദ്ദനത്തിന്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ നടന്ന ഒരു അട്രോസിറ്റീസിന്റെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ഇവിടുത്തെ പോലീസിംഗ് സിസ്റ്റം മൊത്തം പരാജയമാണ്, പോലീസുകാരെല്ലാം വൃത്തികെട്ടവരാണ് ഒരിക്കലും ഇല്ല ശ്രീ ജയരാജ്. അങ്ങനെ മുഴുവൻ പോലീസ് സേനയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല എന്ന് മുൻപ് ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരിക്കലും അത്തരത്തിലുള്ള പ്രതികരണമല്ല പറഞ്ഞത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണെന്നും മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ ജയരാജ് പ്രതികരിച്ചതിനായി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.